BPS 194 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലെ നെക്സ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 11 ഗ്രീൻ ലോജിസ്റ്റിക്സ്. ഗ്രീൻ ലോജിസ്റ്റിക്സ് നമ്മൾ ഏതൊരു കൊമേഴ്സിന്റെ ടേം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു ഗ്രീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സംതിങ് ദാറ്റ് വാണ്ടഡ് ടു ബി അഫക്റ്റഡ് ടു ദി എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടൈപ്പ് കാര്യങ്ങൾ, അതായത് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് എക്കണോമിക് ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ പറഞ്ഞു വെക്കുന്നത്. അപ്പം എന്താണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ? Logistics activities have a profound impact on environment, making concept of green logistics essential. It involves a systematic measurement, analysis, and minimization of the ecological footprint of logistics activities, including both forward and reverse flow of product and information. ഇതിലെ കീ ഫോക്കസ് ഏരിയ ഇതൊക്കെയാണ്: ഗ്രീൻ ഇൻവെന്ററി മാനേജ്മെന്റ്, എക്കോ ഡിസൈൻ, റെസ്പോൺസിബിൾ പർച്ചേസിംഗ് ആൻഡ് യൂസ് ഓഫ് ഗ്രീൻ ടെക്നോളജി ടു ബാലൻസ് എക്കണോമിക് എഫിഷ്യൻസി വിത്ത് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. അതായത് ഈ ഒരു വേൾഡ്, നമ്മുടെ ഒരു വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓരോ ജനറേഷൻ കഴിഞ്ഞു പോകും തോറും എന്താണ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം അതിന്റെ അവസ്ഥ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള എല്ലാവർക്കും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ആകെ ഒറ്റ ഭൂമിയല്ലേ ഉള്ളൂ. അപ്പൊ എന്താണ് എല്ലാവരും അതെന്താണ് മാക്സിമം എന്താണ് സാധനങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് അതെങ്ങനെ വേസ്റ്റ് ആക്കി പോവുക എന്നുള്ളത്. അപ്പൊ എന്താണ് ഡാമേജ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അടുത്ത ആ ഒരു ജനറേഷന് കിട്ടാൻ പോകുന്നത്. അപ്പൊ എന്താണ് അങ്ങനത്തെ ഒരു മിനിമൈസ് ചെയ്യണം. ആ ഒരു സംഗതിനെ മിനിമൈസ് ചെയ്യാൻ എന്ത് ചെയ്യാം? എക്കോളജിക്കൽ ഫ്രണ്ട്ലി ആയിട്ട് ഇനിയും വരുന്ന ജനറേഷനെ മുൻനിർത്തിയിട്ട്, അതായത് ഇനി കേടുവരാത്ത രീതിയിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അതെന്താണ് ഒരു എന്ത് ചെയ്യാതെ എൻവയോൺമെന്റിന് ഹാം ചെയ്യാതെ ഉള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ കൺസെപ്റ്റ് എന്താ നോക്കാം. The rise of green logistics is closely linked to the global phenomenon of climate change, characterized by rising temperature and increased greenhouse gas emission from fossil fuel combustion and industrial process. അതായത് നമ്മൾ ഓരോ സാധനങ്ങളും പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് ഇൻഡസ്ട്രിയലി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് എമിഷൻ, ഫോസിൽ ഫ്യൂലിന്റെ കമ്പ്യൂഷൻ കാരണം എന്താണ് എമിഷൻസ് സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താണ് കൂടാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ എന്താണ് ടെമ്പറേച്ചർ കൂടാണ്. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുകയാണ്. സോ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ഗ്ലോബൽ ഫിനോമിനെ നമ്മൾ എന്ത് ചെയ്യാം, കുറക്കുക എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് എന്താണ് സസ്റ്റൈനബിലിറ്റി ചലഞ്ചസ്. എന്താണ് സസ്റ്റൈനബിലിറ്റി ചലഞ്ചസ് നോക്കാം. കമ്പനീസ് മസ്റ്റ് ഫോക്കസ് ഓൺ energy efficiency, adopting sustainable transportation modes and improving operation through innovation to minimize environmental impact. അതായത് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എന്നും നമുക്ക് ഈ ഒരു ഭൂമി ഇതേപോലെ തന്നെ വേണം. അപ്പൊ എന്നാലേ നമുക്ക് സസ്റ്റൈനബിലിറ്റി ആയിട്ട് ആ ഒരു സംഗതി ഉണ്ടാകുള്ളൂ, എന്നും നിലനിന്ന് പോകുന്നത്. അപ്പൊ എന്താണ് ഇതിനൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. എനർജി എഫിഷ്യൻസി, അഡോപ്റ്റിംഗ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് എന്താണ് സസ്റ്റൈനബിൾ ആയിരിക്കണം. ഇംപ്രൂവിംഗ് ഓപ്പറേഷൻ ത്രൂ ഇന്നോവേഷൻ ടു മിനിമൈസ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിനെ കുറക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വേണം. ഇതിനൊക്കെയാണ് എന്ത് സസ്റ്റൈനബിൾ ചലഞ്ചസ് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട കീ ഏരിയാസ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രീൻ ലോജിസ്റ്റിക്സ് എന്തൊക്കെയാണ്? മെഷറിംഗ് ദ കാർബൺ ഫുട് പ്രിന്റ് ഓഫ് ദി ഓപ്പറേഷൻ. ഏതൊരു ഓപ്പറേഷന് കാർബൺ ഫുട് പ്രിന്റ് നമ്മൾ എന്താണ് മെഷർ ചെയ്യുക. ദെൻ റെഡ്യൂസിങ് എയർ, വാട്ടർ ആൻഡ് നോയ്സ് പൊല്യൂഷൻ. ഈ ഒരു കാര്യങ്ങൾ എയർ ആവട്ടെ, വാട്ടർ ആവട്ടെ, നോയ്സ് പൊല്യൂഷൻ ആവട്ടെ, ഇതൊക്കെ എന്താണ് റെഡ്യൂസ് ചെയ്യുക. ദെൻ എന്താണ് സപ്ലൈ ജുഡീഷ്യലി ത്രൂ റീസൈക്ലിംഗ് ആൻഡ് റീയൂസിങ്. സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്ന പോലത്തെ, അല്ലെങ്കിൽ റീയൂസ് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും പ്രോസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുക എന്നുള്ളത്. ദെൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓൺ ലോജിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ട്രഡീഷണൽ ലോജിസ്റ്റിക്സ് പവർഡ് ഹെവിലി ബൈ ഫോസിൽ ഫ്യൂൾസ് കൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ് ടു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. അതായത് ഒരു ഫോസിൽ ഫ്യൂൾസ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് അത് എൻവയോൺമെന്റിന് ഭയങ്കര ഹാംഫുൾ ആണ്, അത് എൻവയോൺമെന്റിൽ നിന്ന് എടുക്കണം. അപ്പൊ എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ എന്താണ് ഉണ്ടാകുക, എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ ആണ് ഉണ്ടാവുക. എൻവയോൺമെന്റിനുള്ള ഒരു ദോഷമാണ്, ഡീഗ്രേഡേഷൻ ആണ് അവിടെ സംഭവിക്കുക. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? 90% ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിലേറ്റഡ് എന്തിനാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥെയിൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. ഇത് എങ്ങനെയൊക്കെ വരാം? എന്തൊക്കെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, റോഡ് ആവട്ടെ, റെയിൽ ആവട്ടെ, സീവേ ആവട്ടെ, ഒക്കെ എന്താണ് അവിടെയൊക്കെ എന്താണ് ഭയങ്കര പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. ദെൻ ഇങ്ങനത്തെ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിന് എമിഷൻ പുറന്തള്ളുന്നത് സംഭവിക്കുകയാണ്. ദെൻ പൊല്യൂഷൻസ് ഏതൊക്കെ? എയർ പൊല്യൂഷൻ ഉണ്ട്. എങ്ങനെയൊക്കെയാണ്? പൊല്യൂട്ടൻ ലൈക്ക് പർട്ടിക്കുലർ മാറ്റർ,
ദെൻ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഈ ഒരു സംഗതിയൊക്കെയാണ് എയറിനെ പൊല്യൂഷൻ ആക്കുന്ന സംഗതികൾ. ദെൻ വാട്ടർ പൊല്യൂഷൻ, ഷിപ്പിംഗ് കോൺട്രിബ്യൂട്ട്സ് ടു ഓയിൽ സ്പില്ല്, കെമിക്കൽ ഡിസ്ചാർജസ് ആൻഡ് ദ ഡംപിങ് ഓഫ് വേസ്റ്റ്, വാട്ടറിലുള്ള വേസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ കെമിക്കൽ വാട്ടറിലേക്ക് പുറന്തള്ളുക, ദെൻ ഓയിൽ സ്പില്ല് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് എന്ത് പൊല്യൂഷനിൽ പറയുന്നത്. ദെൻ പാക്കേജിംഗ് വേസ്റ്റ് എങ്ങനെയൊക്കെയാണ്? മാനുഫാക്ചർ പ്രൊവൈഡഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് പാർസൽ പാക്കേജിംഗ് ഓഫർ റിസൾട്ട് ഇൻക്രീസ്ഡ് പ്രഷർ ഓൺ ലാൻഡ് ഫിൽസ്. അത് നമ്മൾ ലാൻഡ് ഫില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റേജ് ഒക്കെ എന്താണ് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അത് വേറെ മണ്ണിട്ട് മൂടുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ പ്രൈമറി സ്റ്റേജിലും സെക്കൻഡറി സ്റ്റേജിലും ടേഴ്സറി സ്റ്റേജിലൊക്കെ ഓരോ പാക്കേജിങ്ങിന്റെ ആ ഒരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ ലാൻഡ് ഫില്ലിന് ഉള്ള ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുള്ളതാണ്. ദെൻ പ്രോട്ടോകോൾ, എന്തൊക്കെ പ്രോട്ടോകോളുകളാണ് നമ്മൾ ലോജിസ്റ്റിക്സിന് പാലിക്കേണ്ടത്? Environment Protection Act in EPA 1986 provide a framework for protecting and improving the human environment. എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും ഹ്യൂമൻ എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ട് പ്രകാരം പറയുന്നത്. ദ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്താണ്? സ്പെഷ്യലൈസ്ഡ് ബോഡി ഫോർ ദി എഫക്റ്റീവ് ഡിസ്പോസൽ ഓഫ് കേസസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത്. ദെൻ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ISO 14,000, അതായത് ഈ ഒരു രീതിയിൽ പറയുന്നത് ദീസ് ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് പോളിസി മെഷേഴ്സ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഹെൽപ്പ് ഓർഗനൈസ് മിനിമൈസ് നെഗറ്റീവ് എൻവയോൺമെന്റൽ എഫക്ട് ആൻഡ് എൻഷുർ റെഗുലേറ്ററി കോംപ്ലയൻസ്. റൂൾസ് ആൻഡ് റെഗുലേഷൻ കോംപ്ലയൻസ് വഴിയും അതേപോലെ തന്നെ എന്താണ് പോളിസി മെഷേഴ്സ് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നെഗറ്റീവ് എൻവയോൺമെന്റൽ എഫക്റ്റ് മിനിമൈസ് ചെയ്യുക. ദെൻ GHG പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടു ക്വാണ്ടിഫൈ ആൻഡ് റിപ്പോർട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അക്രോസ് എ പ്രൊഡക്ട്സ് ലൈഫ് സൈക്കിൾ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ഗ്രീൻ ഹൗസ് എമിഷൻസ് ആദ്യമെന്ന് വരും എന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്തിട്ട് ക്വാണ്ടിറ്റി വൈസ് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ എന്താണ് ഗ്രീൻ ലോജിസ്റ്റിക്സിന്റെ സ്ട്രാറ്റജീസ്? കോർ വേരിയബിൾസ് എന്താണ്? റെഡ്യൂസിങ് ട്രാവൽ ഡിസ്റ്റൻസ്, എന്ത് ട്രാവൽ ഡിസ്റ്റൻസ് കുറക്കുക. ഷിഫ്റ്റിംഗ് ടു മോർ എഫിഷ്യന്റ് ട്രാൻസ്പോർട്ട് മോഡ്സ്, എഫിഷ്യന്റ് ഉള്ള ട്രാൻസ്പോർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. യൂസിങ് ക്ലീനർ എക്യുപ്മെന്റ്, ക്ലീൻ ആയിട്ടുള്ള എക്യുപ്മെന്റ് യൂസ് ചെയ്യുക. ഇംപ്രൂവിംഗ് ലോഡ് പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ എക്സലൻസ്, ലോഡ് പ്ലാനിങ് സെറ്റ് ചെയ്യുക. ദെൻ ഓപ്പറേഷണൽ എക്സലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ദെൻ എന്താണ്, അതായത് ഈ ലോഡ് പ്ലാനിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമുക്ക് എന്താണ് 2 ടൺ കൊണ്ടുപോവാം ഒറ്റ ട്രിപ്പ് തന്നെ. പക്ഷെ നമ്മൾ 1 ടൺ കൊണ്ടുപോവാണ്, പിന്നെ അടുത്ത ടൺ കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ എന്താണ് 2 വട്ടം ആ ഒരു ട്രാൻസ്പോർട്ട് പോയി വരുന്ന സമയത്തൊക്കെ ഈ ഒരു എമിഷൻസ് അവിടെ പുറത്ത് സംഭവിക്കുകയാണ്. അപ്പൊ അതൊക്കെ മിനിമൈസ് ചെയ്യുക എന്നുള്ളത്. സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കുറച്ച് പറയുന്നുണ്ട്. ഗ്രീൻ പർച്ചേസിങ് എങ്ങനെയാണ്? സെലക്ടിങ് സപ്ലൈസ് ബേസ്ഡ് ഓൺ എൻവയോൺമെന്റൽ ക്രൈറ്റീരിയ, ISO ഇയർ സർട്ടിഫിക്കേഷൻ, കൊളാബറേറ്റിംഗ് ദ തിയേഴ്സ്, റെഡ്യൂസ് ഇതെന്താണ് റീയൂസ് റീസൈക്കിൾ. ഈ ഒരു ഏരിയ വെച്ചിട്ട് എന്താണ് ഗ്രീൻ പർച്ചേസ് ചെയ്യുക. ദെൻ ഗ്രീൻ മാനുഫാക്ചറിങ്, റെഡ്യൂസിങ് റിസോഴ്സ് കമ്പഷൻ ആൻഡ് ജനറേറ്റിംഗ് ലിറ്റിൽ ടു നോ വേസ്റ്റ് ഡ്യൂറിംഗ് പ്രൊഡക്ഷൻ. എന്നാൽ പ്രൊഡക്ഷന്റെ സമയത്ത് എന്താണ് നോ വേസ്റ്റ് എന്നുള്ള ഒരു സീറോ വേസ്റ്റിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് മാറുക. ദെൻ ഗ്രീൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കമ്പൈനിങ് ഗ്രീൻ പാക്കേജിംഗ് വിത്ത് റൂട്ട് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഓർഡർ കൺസോളിഡേഷൻ ടു റെഡ്യൂസ് CO2 എമിഷൻ. CO2 എമിഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാക്കേജിങ്ങിന്റെ കാര്യത്തിൽ എന്തുണ്ടാകാം, ഗ്രീൻ വിത്ത് റൂട്ട് ഒപ്റ്റിമൈസേഷൻ, ഓർഡർ കൺസോൾട്ടേഷൻ, റൂട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഒരു ഗ്രീൻ പാക്കേജിങ് കമ്പൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ഗ്രീൻ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ എക്കോ ഡിസൈൻ ആൻഡ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്താ പറയുന്നത്? ഡിസൈനിങ് പ്രൊഡക്റ്റ് ഫോർ പൊട്ടൻഷ്യൽ സെക്കൻഡ് ലൈഫ് ആൻഡ് ക്രിയേറ്റിംഗ് എഫിഷ്യന്റ് പ്രോസസ് റിട്രീവിംഗ് പ്രൊഡക്റ്റ് ഫോർ റീയൂസ് ആൻഡ് റീസൈക്ലിംഗ്. അതായത് എന്താണ് എക്കണോമിക്കലി ഡിസൈൻ ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഈ ഒരു ഗ്രീൻ ലോജിസ്റ്റിക്സിന്റെ ചലഞ്ചസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കോസ്റ്റ്. There is often a lack of infrastructure support for emission limits and rising costs associated with implementing new technologies. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്? എന്താണ് ഈ ഒരു എമിഷന് പറ്റുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ഭയങ്കര ലിമിറ്റ് ആണ്. നമ്മൾ പറയുന്ന രീതിയിൽ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ എന്താണ് പുതിയ പുതിയ ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഒരുപാട് കോസ്റ്റും എന്തുണ്ട് റൈസ് ചെയ്യേണ്ടി വരികയാണ്. Then എന്താണ് ഓപ്പറേഷണൽ ട്രേഡ്സ് ഓഫ്. ഗ്രീൻ പോളിസീസ് മേ ലീഡ് ടു എ റിഡക്ഷൻ ഇൻ സ്പീഡ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി കമ്പയർഡ് ടു കൺവെൻഷണൽ സപ്ലൈ ചെയിൻ സിസ്റ്റം. അത് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു സപ്ലൈ ചെയിൻ സിസ്റ്റത്തിന് ഇത് എന്താണ് ഒരു ടഫുള്ള രീതിയിൽ ബാധിക്കും. ദെൻ ഫ്ലെക്സിബിലിറ്റി കുറയും.
Then awareness and commitment. Gap exists in public awareness and top management commitment, requiring a collaborative effort between the government, firms, customers and employees. ഒരു ഗവൺമെന്റ് ഫേംസ് കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസിന്റെ ഇടയിൽ എന്താണ് ഒരു പബ്ലിക് അവയർനെസ് കൊടുക്കുക, അതേപോലെ തന്നെ ഒരു ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ്, അവരുടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ എന്താണ് കൊളാബറേറ്റീവ് എഫക്റ്റ്, എല്ലാവരും കൊളാബറേറ്റ് ചെയ്ത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ എടുത്താൽ അവയർനെസ് ഓൾസോ ദെൻ കമ്മിറ്റ്മെന്റ്, നമുക്ക് എന്താണ് ഈ ഒരു സംഗതിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എന്താണ് നമുക്ക് നമ്മുടെ ഒരു എൻവയോൺമെന്റിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അതും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. Then when we conclude this area, the implementation of green logistics is necessary for a sustainable global future. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്താണ് അത്യാവശ്യമായുള്ള ഒരു സംഗതിയാണ് റിക്കറിംഗ് ബാലൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗോൾസ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റുവാർഡ്ഷിപ്പ്. എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതോട് കൂടിയിട്ട് എൻവയോൺമെന്റിനെ നല്ല രീതിയിൽ മുൻനിർത്തിയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു ഏരിയ പറയുന്നത്.